എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിമാഷ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമുക്കറിയാം, പ്രഭു ശ്രീറാം ഈ ഭൂമിയിൽ 10,000 വർഷങ്ങൾക്ക് മേലെ രാജ്യം ഭരിച്ചു. തന്റെ പ്രജകൾക്കായി വളരെ നല്ല കാര്യങ്ങളും ധാർമ്മികമായ പ്രവർത്തനങ്ങളും ധർമ്മങ്ങളും അദ്ദേഹം നടത്തി. ഇതിലൂടെ ഹിന്ദു ധർമ്മത്തിന് തന്നെ ഒരു വലിയൊരു ഇതിഹാസം സൃഷ്ടിക്കപ്പെട്ടു. അതാണ് രാമായണം. ഈ രാമായണം നമ്മൾ ചിത്തശുദ്ധീകരണത്തിന് വിനിയോഗിക്കുന്നു, മോക്ഷപ്രാപ്തിക്കായി വിനിയോഗിക്കുന്നു. ഇത്രയും വലിയൊരു ഇതിഹാസ ഗ്രന്ഥം ത്രേതായുഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, പല യുഗങ്ങളിലെ ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ ജീവിച്ചിരുന്നത്. അതിനുശേഷം വന്ന യുഗമാണ് ദ്വാപരയുഗം, ഇപ്പൊ കലിയുഗം. അപ്പൊ ഈ കലിയുഗത്തിൽ നമുക്ക് പ്രാർത്ഥന എന്നുള്ളത് രാമായണം മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നു. അതിലൂടെ നമുക്ക് മോക്ഷം നേടാം എന്ന് പറയുന്നു, ആത്മസാക്ഷാത്കാരം. എങ്കിൽ എന്തുകൊണ്ടാണ് പ്രഭു രാമന് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ടി വന്നത്? അല്ലെങ്കിൽ തന്റെ കുടുംബങ്ങളെയും പ്രജകളെയും വിട്ട് വൈകുണ്ഠത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി? ഇത് വിശദീകരിക്കുന്നത് പത്മപുരാണം എന്നൊരു 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉണ്ട്. അതില് പത്മപുരാണത്തിലാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പത്മപുരാണ പ്രകാരം ഒരു ദിവസം ഒരു വൃദ്ധ സന്യാസി ഭഗവാൻ രാമനെ കാണുവാനായി വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയോട് തനിച്ച് സംസാരിക്കണമെന്ന്. എനിക്ക് താങ്കളോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട്. ഉടനെ തന്നെ ഭഗവാൻ അദ്ദേഹത്തെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുറത്ത് ലക്ഷ്മണനെ നിർത്തിയിട്ട് പറഞ്ഞു, ആരെങ്കിലും ഇദ്ദേഹവുമായിട്ടുള്ള ചർച്ച ഖണ്ഡിക്കുന്ന രീതിയിൽ ഉള്ളിൽ പ്രവേശിച്ചാൽ അവന് മരണമായിരിക്കും ശിക്ഷ. ലക്ഷ്മണൻ ഈ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് മുറയ്ക്ക് പുറത്ത് കാവലായി നിന്നു. അകത്ത് കടന്നും സന്യാസി തന്റെ രൂപം പ്രദർശിപ്പിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, വിഷ്ണു ലോകത്തിൽ നിന്നും വന്ന കാലദേവനായിരുന്നു. അങ്ങയുടെ ഭൂമിയിലുള്ള ജീവൻ പൂർണ്ണമായിരിക്കുന്നു. ഇനി തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഹേ പ്രഭു, അങ്ങയുടെ ഭൂമിയിലുള്ള ജീവൻ പൂർണ്ണമായിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് വൈകുണ്ഠത്തിലേക്ക് മടങ്ങേണ്ട സമയം ആവിർഭവിച്ചിരിക്കുന്നു. അതേസമയം പുറത്ത് പെട്ടെന്ന് മഹർഷി ദുർവാസാവ് എത്തിച്ചേരുകയും ഭഗവാൻ രാമനെ കാണാൻ അകത്തേക്ക് വിടണമെന്ന് ലക്ഷ്മണനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ജ്യേഷ്ഠന്റെ ആജ്ഞ നിറവേറ്റുന്നതിനായി അദ്ദേഹത്തെ അകത്തേക്ക് വിടാൻ വിസമ്മതിച്ചു. എല്ലായ്പ്പോഴും ക്രോധത്തിന്റെ മൂർത്തി ഭാവമായ ദുർവാസാവ് ശപിക്കുമെന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. ലക്ഷ്മണൻ വീണ്ടും വിസമ്മതിച്ചെങ്കിലും മഹർഷി ദുർവാസാവ് പിന്നോട്ട് ചലിക്കാൻ തയ്യാറായില്ല. അവസാനം മഹർഷി ദുർവാസാവ് പറഞ്ഞു, അകത്തേക്ക് വിട്ടില്ലെങ്കിൽ ഞാൻ ശ്രീരാമനെ ശപിക്കുമെന്ന്. താങ്കൾ എത്രയും പെട്ടെന്ന് ശ്രീരാമനെ കാണുവാൻ എന്നെ അനുവദിച്ചില്ല എങ്കിൽ ഞാൻ അദ്ദേഹത്തെ ശപിക്കുന്നതായിരിക്കും. അത് കേട്ടപ്പോൾ ലക്ഷ്മണന്റെ ചിന്ത വീണ്ടും കൂടി. ഞാൻ തന്റെ ജ്യേഷ്ഠന്റെ ആജ്ഞ പാലിക്കണമോ അതോ അദ്ദേഹത്തിനെ ശാപത്തിൽ നിന്നും രക്ഷിക്കണമോ? അദ്ദേഹം ചിന്തിച്ചു. താൻ ദുർവാസവ മഹർഷിയെ അകത്തേക്ക് വിട്ടില്ലെങ്കിൽ ശാപം മൂലം ജ്യേഷ്ഠ നാശം ഭവിക്കും. എന്നാൽ താൻ സ്വയം അകത്തേക്ക് പോയാൽ തന്റെ ജീവിതത്തിനാണ് ശിക്ഷ ലഭിക്കുക. പിന്നീട് മറ്റൊന്നും ചിന്തിച്ചില്ല. ലക്ഷ്മണൻ അകത്തേക്ക് പ്രവേശിച്ചു. ലക്ഷ്മണൻ ചർച്ചയ്ക്ക് തടസ്സം സംഭവിക്കുന്ന രീതിയിൽ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ശ്രീരാം സ്വയം ധർമ്മസങ്കടത്തിലായി. ഒരു വശത്ത് ലക്ഷ്മണൻ തന്റെ നിവൃത്തിക്കേടിനാൽ തീരുമാനമെടുക്കേണ്ടി വന്നു. മറ്റൊരു വശത്ത് തന്റെ ജ്യേഷ്ഠനോടുള്ള സ്നേഹത്തിലും നിസ്സഹായനായി. ആ സമയം ഭഗവാൻ ശ്രീരാം മരണശിക്ഷയ്ക്ക് പകരമായി നാടുവിട്ടു പോകാൻ കൽപ്പിച്ചു. ആ കാലഘട്ടത്തിൽ മരണശിക്ഷയ്ക്ക് തുല്യമായ ശിക്ഷയാണ് നാടുകടത്തൽ. പക്ഷെ ലക്ഷ്മണൻ ഒരു നിമിഷം പോലും തന്റെ ജ്യേഷ്ഠനില്ലാതെ ജീവിക്കാൻ സാധ്യമല്ലാത്തതിനാൽ ഈ ലോകം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ലക്ഷ്മണൻ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയി. ഉടനെ തന്നെ അനന്തശേഷൻ എന്ന നാഗമായി മാറുകയും വിഷ്ണു ലോകത്തിലേക്ക് എത്തുകയും ചെയ്തു. തന്റെ സഹോദരന്റെ വേർപാടിൽ ഭഗവാൻ ശ്രീറാം ദുഃഖിതനായി. ശ്രീരാമനില്ലാതെ ലക്ഷ്മണില്ല, അതുപോലെ തന്നെ ലക്ഷ്മണനില്ലാതെ രാമനുമില്ല. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമും ഈ ലോകം വെടിയാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രഭു രാം തന്റെ കൊട്ടാരവും സിംഹാസനവും മക്കൾക്ക് കൈമാറി അവരും പ്രജകളുമായി സരായു നദിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ ശ്രീരാം സരയൂ നദിയിലേക്ക് നേരെ ഇറങ്ങി താഴുകയും അല്പസമയം കഴിഞ്ഞതും പ്രജകൾ നോക്കി നിൽക്കെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഭക്തർക്ക് ദർശനം കൊടുത്തു. ഈ രീതിയിലാണ് ശ്രീരാം ഭഗവാൻ വിഷ്ണുവായി രൂപാന്തരപ്പെട്ടതും ശരീരം ഇവിടെ ഉപേക്ഷിച്ചതും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കഥകൾ അറിയുവാനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്